നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 ജൂൺ മാസ ഫലമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പൂരം നക്ഷത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം 2025 ജൂൺ മാസം വിവിധങ്ങളായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. പൂരം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ, ജൂൺ മാസത്തിലെ പ്രധാന ഗ്രഹസ്ഥിതികൾ, തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ഓരോ ആഴ്ചയിലെയും പ്രധാന ഫലങ്ങൾ, ദോഷപരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ചും ഒരു വിശദമായ റിപ്പോർട്ടാണിത്. ആദ്യം പൂരം നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ നോക്കാം. ജ്യോതിഷശാസ്ത്രത്തിൽ 9ാമത്തെ നക്ഷത്രമായ പൂരം സംസ്കൃതത്തിൽ പൂർവ്വ ഫാൽഗുനി, ആദ്യ ചുവപ്പൻ എന്നറിയപ്പെടുന്നു. ചിങ്ങൻ രാശിയിൽപ്പെടുന്ന ഡെൽറ്റ, തീറ്റ നക്ഷത്രങ്ങളാണ് പൂരത്തെ പ്രതിനിധീകരിക്കുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രന്റെ സ്വാധീനം പൂരം നക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതത്തിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു. സൗന്ദര്യം, ആഡംബരം, സന്തോഷം, കലാപരമായ കഴിവുകൾ എന്നിവയെ ശുക്രൻ പ്രതിനിധീകരിക്കുന്നതിനാൽ പൂരം നക്ഷത്രക്കാർക്ക് സംഗീതം, കലകൾ, സാഹിത്യം എന്നിവയിൽ കുട്ടിക്കാലം മുതൽക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. അവർ ജീവിതത്തെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ആകർഷകമായ വ്യക്തിത്വമുള്ളവരുമാണ്. പ്രശസ്തിയും പദവിയും നേടാൻ കഴിവുള്ളവരായിരിക്കും ഇവർ. കൂടാതെ ബുദ്ധിസാമർഥ്യവും സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള കഴിവും ഇവർക്കുണ്ടാകും. പൊതുവെ സമാധാനപ്രിയരായ ഇവർ അക്രമങ്ങളിൽ നിന്ന്, വാഗ്വാദങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വളരെ സമാധാനപരമായ അതിന് പരിഹാരം കാണാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നിരുന്നാലും ഇവരുടെ വൈകാരികമായ പ്രതികരണ ശേഷി ശ്രദ്ധേയമാണ്. പെട്ടെന്ന് ശോഭിക്കുകയും അതുപോലെ തന്നെ ശാന്തരാകുകയും ചെയ്യുന്ന സ്വഭാവം ഇവർക്കുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരായ ഇവർക്ക് അമിതമായ കാമവും സ്ത്രീകളിൽ ആഡംബരഭ്രമവും സാഹസികതയും കാണാം. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും മറ്റുള്ളവരെ ആശ്രയിക്കാൻ താല്പര്യമില്ലാത്തവരുമാണ് പൂരം നക്ഷത്രക്കാർ. പൂരം പിറന്ന പുരുഷൻ എന്നൊരു ചൊല്ലുണ്ടെങ്കിലും പൂരം ഒരു സ്ത്രീ നക്ഷത്രമായാണ് ജ്യോതിഷത്തിൽ കണക്കാക്കി വരുന്നത്. 2025 ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതികളുടെ ഒരു ലഘു അവലോകനം നമ്മൾ നോക്കുമ്പോൾ, സൂര്യൻ ജൂൺ 14 വരെ ഇടവൻ രാശിയിലും ജൂൺ 15 മുതൽ മിഥുനൻ രാശിയിലും സഞ്ചരിക്കുന്നു. വ്യാഴം ജൂൺ മാസത്തിൽ മിഥുന രാശിയിൽ മകര നക്ഷത്രത്തിലാണ്. ജൂൺ 14 മുതൽ തിരുവാതിരയിൽ സഞ്ചരിക്കും. വ്യാഴം പതിവിലും വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. രാഹു കുംഭൻ രാശിയിൽ പൂരട്ടാതി നക്ഷത്രത്തിലും. കേതു ചിങ്ങൻ രാശിയിൽ ഉത്ര നക്ഷത്രത്തിലുമാണ്. രാഹു കേതുക്കൾ അപസ്വവേഗതയിൽ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് മോഷൻ, ആ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ ജൂൺ 7 കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു. ആയില്യത്തിൽ നിന്ന് മകത്തിലേക്ക് പകരുന്നതാണ്. ജൂൺ 6 സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് ബുധൻ പ്രവേശിക്കും. ജൂൺ 22 കർക്കിടകത്തിലേക്കും സംക്രമിക്കുന്നതാണ്. മകേരം മുതൽ പൂയം വരെ നക്ഷത്രങ്ങളിൽ ഈ കാലയളവിൽ ബുധൻ നീങ്ങും. ജൂൺ 8 വരെ ബുധന് മൗഢ്യമാണ്. ശുക്രൻ മെയ് 31 മുതൽ 29 വരെ മേടൻ രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര മണ്ഡലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 2025 ജൂൺ മാസം പൂരം നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ സ്ഥാനചലനങ്ങൾ കാരണം നിരന്തരമായുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ജൂൺ 14 വരെ മലയാള മാസമായ ഇടവവും 15 മുതൽ മിഥുനവുമാണ്. ഈ മാസത്തിൽ നിരവധി പ്രധാന ഗ്രഹമാറ്റങ്ങൾക്കും രാശിമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇത് മാസത്തിലുടനീളം ഊർജത്തിലും സ്വാധീനത്തിലും കാര്യമായ വ്യതിയാനങ്ങൾ വരുത്തും. അതിനാൽ ഒരു സമഗ്രമായ മാസഫലം ലഭിക്കുന്നത് ആഴ്ച തിരിച്ചുള്ള വിശകലനം ഏറെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ജ്യോതിഷ സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് കുബേരയോഗം കാണുന്നുണ്ട്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 2025 കുബേരയോഗമുള്ള നക്ഷത്രങ്ങളുടെ പട്ടികയിൽ പൂരം നക്ഷത്രം നേരിട്ട് ഉൾപ്പെടുന്നില്ല. കർക്കിടകക്കൂറിൽപ്പെട്ട ആയില്യം നക്ഷത്രക്കാരാണ് കുബേരയോഗത്തിലൂടെ അതിസമ്പന്ന യോഗം ലഭ്യമാകുന്നതായി പറയുന്നത്. എന്നിരുന്നാലും 2025 പൂരം നക്ഷത്രക്കാർക്ക് കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. ഇത് കുബേരയോഗം മൂലമാണെന്ന് പ്രത്യേകം പറയുന്നില്ലെങ്കിലും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ പൂരം നക്ഷത്രക്കാർക്ക് കുബേരയോഗം നേരിട്ട് പറയുന്നില്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള സാധ്യതകൾ ജൂൺ മാസത്തിൽ നിലനിൽക്കുന്നുണ്ട്. പൂരം നക്ഷത്രത്തിൻ്റെ 2025 ജൂൺ മാസത്തിലെ ഫലങ്ങൾ മേഖല തിരിച്ചു നോക്കുമ്പോൾ തൊഴിൽപരമായി പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ പല സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതായി കാണുന്നു. ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ഉൾപ്പെടുന്നതിനാൽ ഈ മാസത്തിൽ വലിയ അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടാനും തൊഴിൽപരവുമായി ബന്ധപ്പെട്ട ചില ഭാഗ്യങ്ങൾ ഉണ്ടാകാനും യോഗം കാണുന്നു. പൂരം നക്ഷത്രക്കാർക്ക് വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാനും കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും സാധിക്കും. സൂര്യൻ 10-11 ഭാവങ്ങളിലും
വ്യാഴം 11-ൽ സഞ്ചരിക്കുന്നത് തൊഴിൽപരമായ വളർച്ചയ്ക്കും നേട്ടങ്ങൾക്കും വഴിയൊരുക്കും. ഇത് ഉദ്യോഗസ്ഥർക്ക് രമ്യമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനും കരാർ പണികൾ നീട്ടിക്കിട്ടാനും സഹായിക്കും. എന്നിരുന്നാലും പ്രായം അടിസ്ഥാനമാക്കിയുള്ള ദശാകാലങ്ങൾക്ക് തൊഴിൽ മേഖലയിലെ ഫലങ്ങൾ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. ഏകദേശം 26-നും 33-നും ഇടയിൽ പ്രായമുള്ള പൂരം നക്ഷത്രക്കാർക്ക് ചൊവ്വ ദശയുടെ സ്വാധീനം കാരണം തൊഴിൽപരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കും. ഈ കാലയളവിൽ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. എന്നാൽ സൈനിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ ദശാകാലം ഉയർച്ച നൽകാൻ സാധ്യതയും കാണിക്കുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ പൂരം നക്ഷത്രക്കാർക്ക് ജൂൺ മാസം പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ചിങ്ങക്കൂറുകാരുടെ സാമ്പത്തിക നില മെച്ചപ്പെടും. കർമ്മമണ്ഡലത്തിൽ നിന്ന് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ യോഗം കാണുന്നു. ശുക്രനും ബുധനും അനുകൂല സ്ഥാനങ്ങളിലായതിനാൽ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചപ്പെടും. ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന നിക്ഷേപങ്ങൾ നടത്തുന്നത് ബിസിനസ് വിപുലീകരിക്കാനും ഈ മാസം അനുകൂലമാണ്. 2025 മാർച്ചിൽ ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറിയത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ദശാകാലങ്ങളുടെ സ്വാധീനം വളരെ നിർണായകമാണ്. ഏകദേശം 26-നും 33-നും ഇടയിൽ പ്രായമുള്ള പൂരം നക്ഷത്രക്കാർക്ക് ചൊവ്വാദശയുടെ സ്വാധീനം കാരണം വൻ ധനനഷ്ടവും സമയനഷ്ടവും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഈ പ്രായത്തിലുള്ളവർ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുകയും വലിയ നിക്ഷേപങ്ങളോ സാമ്പത്തിക ഇടപാടുകളോ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഉചിതമാണ്. അതേസമയം ഏകദേശം 33-നും 51-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രാഹുദശാകാലം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നുണ്ട്. വിദേശ തൊഴിൽ, വ്യാപാരം തുടങ്ങിയ വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് ഈ കാലയളവിൽ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ പൂരം നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. രാഹുവും കേതുവും ചൊവ്വയും പ്രതികൂല സ്ഥാനങ്ങളിലായതിനാൽ ആരോഗ്യപരമായ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ചൊവ്വയും കേതുവും ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും വൈകാരിക പിരിമുറുക്കങ്ങൾക്കും കാരണമാകും. പ്രത്യേകിച്ച് ഏകദേശം 26-നും 33-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ചൊവ്വാദശയുടെ സ്വാധീനം കാരണം ചില രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഉദരം, നേത്രം, ഹൃദയം എന്നിവയെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രായത്തിലുള്ളവർ പതിവ് ആരോഗ്യ പരിശോധനകൾ നടത്തുകയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നത് ഉചിതമാണ്. മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് ജൂൺ മാസം പൂരം നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. പങ്കാളിയിൽ നിന്ന് ചില എതിർപ്പുകൾ നേരിടേണ്ടി വരാം. ചിങ്ങക്കൂറുകാർക്ക് ഈ മാസത്തിൽ മനക്ലേശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ വ്യക്തിഗത ദശാകാലങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഏകദേശം 26-നും 33-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ചൊവ്വാദശയുടെ സ്വാധീനം കാരണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കൂടാതെ പല സുഹൃത്തുക്കളുമായും അകൽച്ച ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഈ കാലയളവിൽ ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. എന്നാൽ 33-നും മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് രാഹുദശ ദാമ്പത്യ ജീവിതത്തിൽ ഉന്നതിയും ഐക്യവും നൽകും. ദൂരദിക്കിൽ പിരിഞ്ഞ് താമസിക്കുന്നവർക്ക് ഒരുമിക്കാൻ ഈ കാലയളവ് അനുകൂലമായിട്ട് കാണുന്നുണ്ട്. പ്രണയകാര്യത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ജൂൺ മാസത്തിലെ പ്രണയബന്ധങ്ങളും ദാമ്പത്യത്തെയും സംബന്ധിച്ചുള്ള ഫലങ്ങൾ വ്യക്തിഗത ദശാകാലങ്ങളെ ആശ്രയിച്ച് വ്യത്യാസപ്പെടും. ഏകദേശം 16-നും 26-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ചന്ദ്രദശാകാലം പ്രണയത്തിൽ വിജയവും വിവാഹവും ലഭിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിനിണങ്ങുന്ന ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഈ സമയം അനുകൂലമാണ്. എന്നാൽ ഏകദേശം 26-നും 33-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ചൊവ്വാദശയുടെ സ്വാധീനം കാരണം വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം നേരിടേണ്ടി വന്നേക്കും. ദമ്പതികളായവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. മറ്റൊരു വശത്ത് ഏകദേശം 33-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രാഹുദശാകാലം പ്രണയത്തിലും ദാമ്പത്യത്തിലും അനുകൂല ഫലങ്ങൾ നൽകും. അവിവാഹിതർക്ക് വിവാഹം ഉറപ്പിക്കാനും വിവാഹിതരായ ദമ്പതികൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഉന്നതിയും ഐക്യവും ഉണ്ടാകാൻ ഇടയുണ്ട്. ചിങ്ങക്കൂറിൽപ്പെടുന്ന മകൻ നക്ഷത്രക്കാർക്ക് രാഹുവും ശനിയും 7-ൽ സഞ്ചരിക്കുന്നത് പ്രണയം, ദാമ്പത്യം എന്നിവയെ സാരമായി ബാധിക്കുമെന്നും നവദമ്പതികൾക്കിടയിൽ കലഹമുണ്ടാക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇത് പൂരം നക്ഷത്രക്കാർക്കും ബാധകമാകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളെയും ദാമ്പത്യത്തെയും സംബന്ധിച്ച് കൃത്യമായ പ്രവചനങ്ങൾക്ക് വ്യക്തിഗത ജാതക പരിശോധനയും ദശാവിശകലനവും അത്യന്താപേക്ഷിതമാണ്. വിദ്യാഭ്യാസപരമായ മേഖല നോക്കുമ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് ജൂൺ മാസം പൊതുവെ അനുകൂല ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. ചിങ്ങക്കൂറുകാർക്ക് പഠനകാര്യങ്ങൾ തുടർച്ച വന്നെത്തും. ഏകദേശം 20-നും 26-നും ഇടയിൽ പ്രായമായവർക്ക് ആദ്യത്തെ ദശ വിദ്യാഭ്യാസത്തിന് വളരെ അനുകൂലമാണ്. ഈ കാലയളവിൽ ഉന്നത ബിരുദം നേടാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ഫലം ലഭിക്കാനും വിജയമുണ്ടാകാനും ഇടയുണ്ട്. ഈ മാസം വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭാവിയിലെ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് 2025 ജൂൺ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും അനുകൂല ഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചില ദോഷപരിഹാരങ്ങളാണ് കാണുന്നത്. പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ ചന്ദ്രൻ, ശനി, രാഹു എന്നീ ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല. ഈ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉചിതമാണ്.
സൂര്യശാന്തി ഹോമം, ശുക്രശാന്തി ഹോമം, ലക്ഷ്മി ഹോമം എന്നിവ നടത്തുന്നത് ഗുണകരമാണ്. അനുജന്മ നക്ഷത്രങ്ങളായ ദിവസങ്ങളെ ഭരണി, പൂരാടം എന്നീ ദിവസങ്ങളിലും എല്ലാ ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്ന ഉത്തമമാണ്. പൂരവും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകം വഴിപാടുകളും പൂജകളും നടത്തുന്നത് ശുക്രൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും യക്ഷിക്ക് വഴിപാട് കൊടുക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക ഉന്നതിക്കും ഐശ്വര്യത്തിനും ഉത്തമമാണ്. 2025 ജൂൺ മാസം പൂരനക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ പല സാഹചര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ചില മേഖലകളിൽ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. തൊഴിൽ, സാമ്പത്തികം, വിദ്യാഭ്യാസം എന്നിവയിൽ പുരോഗതി പ്രതീക്ഷിക്കാമെങ്കിലും ആരോഗ്യം, കുടുംബം, പ്രണയം എന്നീ മേഖലകളിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഈ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ നിരന്തരമായി സ്വാധീനം ചെലുത്തുന്നതിനാൽ ഓരോ ആഴ്ചയിലെയും ഫലങ്ങൾ മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. പ്രത്യേകിച്ച് വ്യക്തിയുടെ ദശാകാലങ്ങളിൽ ഈ ഫലങ്ങളെ കാര്യമായി സ്വാധീനിക്കുമെന്നതിനാൽ പൊതുവായ പ്രവചനങ്ങളെക്കാൾ വ്യക്തിഗതമായ ജാതക പരിശോധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിർദ്ദേശിച്ചിട്ടുള്ള ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഈ മാസത്തെ കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കും.